അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇന്നിപ്പോ ഹൊസ്ദുർഗ് കോടതിക്ക് മുന്നിൽ കോടതിയിലേക്ക് എത്തിയേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വാർത്തകൾ വരുമ്പോൾ ഡിവൈഎഫ്ഐ അവിടേക്ക് വരുന്നത് പൊതിച്ചോറുമായിട്ടാണ്. അനാശാസ്യം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ പറഞ്ഞ അതേ പൊതിച്ചോറ് തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അവർ പറയുന്നത്. വലിയ രാഷ്ട്രീയ ശത്രുത സ്വാഭാവികമായും രണ്ട് പാർട്ടികളിൽ രണ്ട് പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുമ്പോഴുണ്ടാകും. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയം അവസാനിക്കേണ്ടതായിരുന്നു, അത് ഇങ്ങനെ തന്നെ തീരേണ്ടതായിരുന്നു എന്നൊരു ബോധ്യമോ ഒരു പ്രതികാര ബുദ്ധിയോ അതിൽ നിന്നുണ്ടാകുന്ന മധുര പ്രതികാരമോ ഒക്കെ ഉണ്ടാകുന്നുണ്ടോ? ഈ പതനത്തെ എങ്ങനെയാണ് കാണുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയിൽ ആരംഭിക്കുകയും അദ്ദേഹത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജീർണതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. വരുമൊരു കാലം, മിണ്ടാപ്രാണികൾ സംസാരിക്കും കാലം. നമ്മളൊരു കവിതാ ശകലം കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം റിനി ആൻഡ് ജോർജിനെ അഭിവാദ്യം ചെയ്യുന്നു. ഹൂ കെയേഴ്സ് ഇറ്റ്? അങ്ങനൊരു അടയാളവാക്യം, ആ അടയാളവാക്യം പറഞ്ഞതോടുകൂടിയാണ് ബഹുമാന്യായ റിനിക്ക് ആരാണ് ഇപ്രകാരം സ്ത്രീ സമൂഹത്തോട് അനാദരവോടെ പെരുമാറുന്നത് എന്ന് പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ ആവശ്യമായ ഒരു അടയാളവാക്യം കിട്ടിയത്. ഈ അടയാളവാക്യം കാല്യത്തിൻ്റെ കാവ്യനീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മിണ്ടാപ്രാണികൾ സംസാരിക്കുന്നൊരു കാലം വന്നിരിക്കുന്നു. സ്ത്രീകൾ ഇങ്ങനെ ചവിട്ടി അരയ്ക്കപ്പെടാനുള്ളതല്ല. അവരുടെ വിരുന്നറകളിൽ പതിയിരിക്കുന്ന ചെന്തായ്ക്കൾ തൻ പല്ലിടുക്കിൽ അരയുന്നവർ എന്ന് മൊയ്ൻവിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടിയിൽ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഉയരത്തിലെത്തി? കഴുകനെ പോലെ ഉയർന്നു പറന്നു. ഇതാണ് നാം പരിശോധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരംഭിച്ച് അവിടെ അവസാനിച്ചതല്ല. കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പിൽ എത്തിയിരുന്ന പരാതികളിൽ തീരുമാനമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുമായിരുന്നില്ല എന്നാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ അധ്യക്ഷനായ കമ്മിറ്റിയിലെ ഒരു അംഗം കൂടിയായ ഒരു എഴുത്തുകാരി വെളിപ്പെടുത്തിയത്. തന്നോട് എങ്ങനെയാണ് ഈ വ്യക്തി പെരുമാറിയത്, അമ്മയുടെ പ്രായമുള്ള മഹിളാ കോൺഗ്രസ് പ്രവർത്തകരോട് എങ്ങനെയാണ് ഇയാൾ സമീപിച്ചത്, അങ്ങനെ യൂത്ത് കോൺഗ്രസിന് തന്നെ സംസ്ഥാന കമ്മിറ്റിയിലെ നിരവധി പെൺകുട്ടികളെ വലവീശി പിടിക്കുന്ന വിധം ഇദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്നൊരു കമ്മിറ്റിയിൽ ഇടപെട്ടുവെന്ന കാര്യം അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പരാതിപ്പെട്ടപ്പോൾ ഹൂ കെയേഴ്സ്, ആദ്യമായി ഹൂ കെയേഴ്സ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്, ഷാഫി പറമ്പിലാണ്. ബഹുമാനപ്പെട്ട റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തിയെന്താണ്? ഇപ്രകാരമുള്ള നിരവധി പരാതികൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പക്കൽ എത്തി, അത്രയേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് ഇദ്ദേഹം വരുമായിരുന്നില്ല. രണ്ട്, അദ്ദേഹം MLA ആകുമായിരുന്നില്ല. അപ്പോൾ ഈ ഉയരത്തിലേക്ക് ഇപ്രകാരം ചെയ്യുന്ന വ്യക്തിയെ ഈ ഉയരത്തിലേക്ക് എത്തിച്ചത് കോൺഗ്രസിനകത്ത് നിന്ന പരാതികളോട് പുറംതിരിഞ്ഞു നിന്നിട്ടാണ്. ബഹുമാനപ്പെട്ട റിനി എന്താ പറഞ്ഞത്? കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾ, വനിതകൾ, മക്കൾ, നേതാക്കളുടെ ഭാര്യമാർ ഒക്കെ അനുഭവിച്ചൊരു ദുരന്ത അനുഭവം ഇത് ഞാൻ സമൂഹത്തിന് വേണ്ടി വെളിപ്പെടുത്തുന്നു. അവർ ഒരു വ്യക്തിയെ പറഞ്ഞില്ല. കേരള സമൂഹത്തിൽ ഇത്ര അന്തസ്സായി ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ റിനി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം നോക്കിക്കാണുന്നത്. എന്തൊരടക്കം, എന്തൊരു ആദരവോടു കൂടിയാണ് ആ സ്ത്രീത്വം എന്ന് പറയുന്നതിനെ, വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ അവർ ശ്രമിച്ചത്. അവരൊരു പ്രൊഫഷൻ ചെയ്യുന്നയാളാണ്. ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു താരമാകുമ്പോൾ താരത്തിൻ്റെ കോസ്റ്റ്യൂംസ് വരും. ആ കോസ്റ്റ്യൂംസിൻ്റെ ഓരോ ഭാഗങ്ങളെയും എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു സൈബർ കൂട്ടം വിചാരണ ചെയ്ത് അപമാനിക്കാൻ ശ്രമിച്ചത്, ആക്രമിക്കാൻ ശ്രമിച്ചത്. അതിന് ബദലായി സിനിമാ താരങ്ങളെ ഇറക്കിയത്. കൂടുതൽ സുന്ദരിമാർ തനിക്ക് വിധേയനായിരിക്കുന്നു എന്ന് നാടിനെ അറിയിക്കുന്ന വിധം അദ്ദേഹം എങ്ങനെയാണ് സമൂഹത്തെ വെല്ലുവിളിച്ചത്. സ്ത്രീകൾ നിലവിളിക്കുമ്പോൾ പരിഹാരമായി ചിരിക്കുന്ന സ്ത്രീകളുടെ ചിത്രം അവതരിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ കൊണ്ടുപോവുകയാണ് ആ ബഹുമാനപ്പെട്ട MLA ചെയ്തത്. അതിന് വ്യക്തിപരമായി അദ്ദേഹം ചെയ്തതല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയുണ്ട്. ഇന്നത്തെ ദിവസം വൈകുന്നേരം അദ്ദേഹം പിടിയാണെങ്കിലും ഇല്ലെങ്കിലും ഇതേ നിമിഷം വരെ ആ വ്യക്തിക്ക് കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്.
ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ വ്യക്തിയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റാത്തവരാണോ കേരളത്തിലെ കോൺഗ്രസ്? അല്ല. ഈ വ്യക്തിയുടെ ശബ്ദം ഒരു പെൺകുട്ടിയോട് ഏറ്റവും തെറ്റായ നിലയ്ക്ക് പറയുമ്പോൾ എത്രയോ ദിവസം മുമ്പ് ഞെട്ടലോടെ കേട്ടു. ഒരു നോട്ടീസെങ്കിലും കോൺഗ്രസ് കൊടുത്തോ? ഈ വ്യക്തിയെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. എന്തിന് സസ്പെൻഡ് ചെയ്തു? ഞങ്ങളുടെ മുമ്പിൽ പരാതി കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നത് സ്ത്രീപക്ഷത്തെ ആ ഭാഗത്തെ ശബ്ദം അവിടെ നിൽക്കട്ടെ. ഈ ശബ്ദം നിങ്ങളുടേതാണോ? ഒരു തവണ KPCC ആ വ്യക്തിയോട് MLA ചോദിച്ചോ ഈ ശബ്ദം നിങ്ങളുടേതാണോ? എൻ്റെ അല്ല എന്ന വ്യക്തി പറഞ്ഞോ? ഇല്ല. അയാളുടെ ആണെങ്കിൽ അയാൾക്ക് ഇന്ന് ഈ നിലയ്ക്ക് പിന്തുണ കൊടുത്ത വീക്ഷണം പത്രം പിരിച്ചുവിടണ്ടേ? എന്താ പറഞ്ഞതെന്നറിയാമോ? വിത്ത് ഗുണമുള്ള നേതാക്കളെ ചവിട്ടി അരയ്ക്കാൻ അനുവദിക്കില്ല. ഇപ്പം മനസ്സിലായല്ലോ, ആ ഗുണമെല്ലാം മനസ്സിലായല്ലോ. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മുഖപത്രമാണ് വിത്ത് ഗുണമുള്ള നേതാക്കന്മാർ. എന്തൊരു പ്രയോഗമാണ്! നമ്മുടെ സമൂഹത്തിലെ ജാത്യ ഗുണങ്ങളെ ഉദ്ഘോഷിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് വന്നു. ഇതിൻ്റെ നടുവിലും ഈ അശ്ലീല കാഴ്ചകളുടെ നടുവിലും ആലോചിച്ചു നോക്കൂ, എത്ര അപായകരമാണ് ആ പാർട്ടി ചെന്നെത്തിയിരിക്കുന്ന പതനം.